കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കാണിക്കുന്നത്. പക്ഷെ നല്ല ഹെവിയാണ് കേട്ടോ. ഒരെണ്ണം കഴിച്ചാൽ പിന്നെ നമുക്ക് ആ ദിവസം വേറൊന്നും കഴിക്കേണ്ടി വരില്ല. കാരണം പൊറോട്ടയിൽ റോൾ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പൊറോട്ട ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ച് റോള് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 300 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, അതായത് എള്ളെണ്ണയാണ് എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ അതും എടുക്കാം. പക്ഷേ എള്ളെണ്ണ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എള്ളെണ്ണ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തോളൂ, നല്ല രുചിയായിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചാട്ട് മസാല പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ചാട്ട് മസാല പൗഡർ നമുക്കിപ്പോൾ എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1/2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ചിക്കനും നമ്മൾ ഉണ്ടാക്കിയ മസാലയും കൂടി നന്നായിട്ട് യോജിക്കുന്ന തരത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ 2-3 മണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിന്നൊരു അരമണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചിക്കൻ ഇതുപോലെ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചിക്കൻ ഇതുപോലെ ഒന്ന് നിരത്തി വെക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും. ചെറിയ പീസായതുകൊണ്ട് 10 മിനിറ്റ് തന്നെ ധാരാളം മതിയാവും. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലതുപോലെ വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ നല്ലതുപോലെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഈ ചിക്കനൊക്കെ നമുക്ക് ഒരു സൈഡിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവറോട് കൂടിയിട്ട് ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനൊരു ചെറിയ ബൗള് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർക്കോൾ ഞാൻ കുറച്ച് സമയമായിട്ട് ഇതുപോലെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ കത്തിച്ച് വെക്കുമ്പോഴേക്കും നന്നായിട്ട് ഇതിൽ തീ പിടിച്ച് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതെടുത്തിട്ട് നമ്മളിവിടെ വെച്ച ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ പുക വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പുക വന്ന് തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് അടച്ചു കൊടുക്കുക. പുക ഒട്ടും പുറത്ത് പോകാൻ അനുവദിക്കാതെ പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതേപോലെ വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ നമുക്ക് കിട്ടും. 2-3 മിനിറ്റിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ പുകയൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. ഇനി ബൗള് നമുക്കിതിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മോക്കി ഫ്ലേവറോട് കൂടിയിട്ടുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് ഏകദേശം ഒരു സവാളയുടെ പകുതിയോളം ഉണ്ടാവും നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ നേരിയതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ
കുറച്ച് ക്യാപ്സിക്കം, ഏകദേശം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയോളം നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കുറച്ച് സമയം, ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായാൽ മതി. കുറേ സമയം ഇളക്കിയിട്ട് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവണ്ട, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഏകദേശം 1 മിനിറ്റ് വരെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി സോഫ്റ്റാക്കി എടുക്കുക. അതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിലേക്ക് ഞാനിനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി വെള്ളവും കുരുവൊക്കെ കളഞ്ഞിട്ട് ചേർക്കുക. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ്, ഇത് മധുരമുള്ള ഒരു ചില്ലി സോസാണ്, ഇത് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസ് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ചില്ലി സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള സാലഡും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ പൊറോട്ടയിലൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ടൊരു സാൻഡ്വിച്ച് പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. പൊറോട്ട ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പൊറോട്ട ആയതുകൊണ്ട് കുറച്ചധികം ചിക്കൻ വേണ്ടി വരും, കാരണം പൊറോട്ട നല്ല ഹെവി ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണ്ടി വരും. അപ്പോൾ ചിക്കൻ വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു സാലഡും കൂടി മുകളിൽ ധാരാളം വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ മറ്റ് സോസുകൾ, മയോണൈസ് ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സാലഡും കുറച്ചധികം തന്നെ വെച്ച് കൊടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊറോട്ട നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. പൊറോട്ട ഒന്ന് ചുരുട്ടി വെച്ചതിന് ശേഷം സാൻഡ്വിച്ച് പേപ്പർ ഇതുപോലെ മടക്കിയിട്ട് ആദ്യം ഇതുപോലെ താഴത്തുനിന്നും ഒന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ റോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാനൊരു പകുതി വരെ സാൻഡ്വിച്ച് പേപ്പർ വരുന്ന രീതിയിലാണ് ഞാൻ റോൾ ചെയ്തിരിക്കുന്നത്, കഴിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ട റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് മറ്റുള്ള സോസുകളൊന്നും ഉണ്ടാക്കേണ്ട പണിയുമില്ല, ചട്നിയോ മയോണൈസോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നോമ്പ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സിമ്പിൾ സ്നാക്സ് അല്ലെങ്കിൽ റെസിപ്പീസ് ഉണ്ടാക്കാനായിരിക്കും താല്പര്യം. നമുക്ക് ഒരുപാട് സമയം, എപ്പോഴും പറയാറുള്ളത് പോലെ നോമ്പിന് ഒരുപാട് സമയം നമുക്ക് കിച്ചണിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെവിയാണ്, ഒരെണ്ണം കഴിച്ചാൽ തന്നെ മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്